ഭഗവാനേ കൃഷ്ണ, എൻ്റെ എല്ലാ തരികിടയ്ക്കും കൂട്ടു നിൽക്കണേ. നീ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് കൃഷ്ണ. എൻ്റെ നുറുങ്ങ കള്ളത്തരങ്ങൾക്ക് ഒന്നു കൂടെ നിന്നോണേ കൃഷ്ണ. കൈവിട്ട് കളയല്ലേ കൃഷ്ണ. ഭഗവാനേ ഹലോ. ഹലോ, ജോത്സ്യനല്ലേ? അതെ. ജോത്സ്യരെ, എനിക്ക് 2 കോമഡി ഒന്ന് പറഞ്ഞു തരുമോ? കോമഡി? ഓ അയ്യോ, 2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കേ. അയ്യോ അയ്യോ, എനിക്ക് ഇപ്പൊ വേണം. എന്നാലേ ബാബ സുരേഷിനെ വിളിച്ചു. അയ്യോ, അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ കോമഡി പറഞ്ഞു കൊടുക്കല. 0471 2288 2288. കാലം പോണ പോക്കെ ജോത്സ്യരെ വിളിച്ച് കോമഡി പറഞ്ഞു കൊടുക്കാൻ പറയുക. എരന്ന് തിന്നുന്നവന് തുരന്ന് തിന്നണമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോ ഈ വാവാ സുരേഷ് പാമ്പ് പിടുത്തം നിർത്തിയോ എന്തോ? ആണോ? നോക്കാം. കയറ, പാമ്പല്ല. പാമ്പ് പിടുത്തക്കാരന് പാമ്പ് പിടിച്ചോണ്ട് പോയി എന്നുള്ള ആശ്വാസം. വീട്ടിൽ പാമ്പ് ഇരുന്ന വീട്ടുകാർക്ക് പാമ്പുകാരൻ വന്ന് പിടിച്ചോണ്ട് പോയല്ലോ എന്ന ആശ്വാസം. എനിക്കോ അത് കയറായിരുന്നു, പാമ്പല്ല. അപ്പൊ കയറായിരുന്നു എന്നുള്ള ആശ്വാസം. പക്ഷേ ധൈര്യം കിട്ടിയപ്പോ ഒരു ശങ്ക, മൂത്രശങ്ക. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. മൂത്രശങ്ക കഴിഞ്ഞ് വന്ന് പരിചയപ്പെടുത്തി. ദേ പോയി, ഇതാ വന്നു. ഹലോ. ഹലോ. ഹലോ, ഇറങ്ങടി സാർ, പറയണം. ഹലോ സ്വപ്ന, പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു സാർ, കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ പരിചയപ്പെടൂ, പറഞ്ഞതുപോലെ. പിന്നെ വിളിക്കാം. ശരി സാർ, ശരി. അകത്ത് ഭയങ്കര പൊടിയാ. അവിടെ പണി നടക്കുന്നതിൻ്റെതാ. ഈ തുമ്മൽ അലർജിയാ. ആരാ? രാമേശ്വർ. തമ്പാനൂർ പോട്ടെ. അല്ല, മഹാ ചിപ്സ് വാങ്ങിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് രാമേശ്വരം പോകാൻ? അത് ആളിന്റെ പേരാ, രാമേശ്വർ. ഓ, ആളിന്റെ പേരോ? ഓ, പിടികിട്ടി. റാം ഈശ്വർ. രാമീശ്വർ. അതാരാ? അത് ഞാനാ, റാം ഈശ്വർ. എനിക്കേ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളെയാണ് കാണേണ്ടത്. ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനങ്ങ് മലർവാടിയുടെ രാജ്യത്തുനിന്നാ. മലർപ്പൊടി? മലർപ്പൊടി മോഹപ്പൊടിയൊന്നും അല്ല. പിന്നെ എന്ത് കിലുക്കാച്ചിപ്പൊടിയാ? കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. പൂട്ടും താക്കോലും. ഞാൻ ഇന്നൊരാളുടെ പൂട്ട് തുറക്കാനാ വന്നത്. പൂട്ട് തുറക്കാൻ വന്നാണ്? അപ്പൊ ജോത്സ്യം അറിയാൻ വന്നതല്ല? ഒട്ടുമല്ല. അപ്പോ ജ്യോത്സ്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല? വിശ്വാസമേ ഇല്ല. അങ്ങനെ പറയരുത്, വിശ്വസിക്കണം. ഞാൻ മുഖം നോക്കി മരണവും ജനനവും പറയും. എന്നാൽ എന്റെ മരണം എപ്പോഴാ? അതിന് കബടി നടത്തണം.
പിന്നെ ഈ കബഡി നിരത്താതെ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ശാസ്ത്രമുണ്ട്. മൂത്രം ഒഴിക്കുന്നതും ഈ കുളിക്കുന്നതും ജപിക്കുന്നതും എല്ലാത്തിനും ശാസ്ത്രം നോക്കണം. ശാസ്ത്രം നോക്കിയാൽ മൂത്രം പോവില്ല. ജീവിക്കണ്ടേ? വല്ലവന് പുല്ലും ആയുധം. ജ്യോത്സ്യം അറിയാൻ വരുന്നവർക്കൊക്കെ വലിയ വിശ്വാസികളാ. അതാരൊക്കെയാണാവോ ഈ വലിയ വിശ്വാസികൾ? മഞ്ജു പിള്ള, ധർമ്മജൻ, രമേശ്, ബിപിൻ, അംബികപ്പിള്ള, പിന്നെ നമ്മുടെ സീമ, മേനക, ഒരു ഗോപാലസ്വാമി ഉണ്ടല്ലോ. ഏത് ഗോപാല? ലക്ഷ്മി ഗോപാലസ്വാമി. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഇല്ല, ഇവിടെ ഞാനത് കുറച്ച് പേര് കൂടുതൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവരെ പരിചയപ്പെടുത്തിയതാ. ഞാന് മുമ്പ് ഈ ആദ്യം പറഞ്ഞ പേരുകാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജഡ്ജായിരിക്കും. പിന്നെ എന്നിട്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു? പിന്നെ രമേശിനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചു നാള് കഴിഞ്ഞാൽ ഇടം വലം തിരിയാൻ പറ്റില്ല. അതെന്താ? രമേശിന് പെടലി വേദന വരുമെന്ന് ജോത്സ്യർക്ക് ആദ്യമേ അറിയായിരുന്നു. അയ്യോ, പെടലി വേദന അല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങൾക്ക് പ്രോഗ്രാമിന്റെ നെട്ടോട്ടം. ആ രമേശ് വിദേശത്ത് പരിപാടിക്ക് പോകുമ്പോ ഫാനിൽ ഷട്ടി കൊടുക്കുന്ന രമേശ് അല്ലേ? രമേശ് പിഷാരടി. അങ്ങനെ ഉണ്ടായോ? ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് താങ്ങ് വേണം. താങ്ങ് എല്ലാവർക്കും വേണം, പക്ഷേ ആണുങ്ങൾക്ക് തള്ളു കുറച്ച് കൂടുതലാ. ഈ രമേശ് പറയാറുള്ള ഒരു തീറ്റിപ്പണ്ടാര അമ്മാവി ഉണ്ടായിരുന്നല്ലോ, എവിടെ കൊണ്ട് കളഞ്ഞു ഇപ്പോ? അവരെ പൂട്ടിയിട്ടിരിക്കുക. അതെയോ? പിന്നെ എന്തൊക്കെ? പിന്നെ ഒരു സംഗന്തി നസീർ ഡാൻസ് മാസ്റ്ററാ. അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് അദ്ദേഹത്തിനെ ചെയ്യാൻ പറ്റൂ. സംക്രാന്തി നസീറാണ്. അതെ. അയ്യോ, അയാൾക്ക് മകനോട് ഒരു സ്നേഹം ഇല്ലാത്ത ഒരു അച്ഛനായ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വയസ്സുകാലത്ത് ജോലി സ്ഥലത്ത് പോയപ്പോ അവിടെ നിന്ന് ഒരു പെണ്ണിനെയും വിളിച്ച് മകനും മരുമകളും താമസിക്കുന്ന സ്ഥലം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി മോനോട് പറയാം, മോനെ എന്റെ ആദ്യ രാത്രിയാ, ഇല്ല കട്ടില് ഞാനിങ്ങ് എടുക്കുക. മോനെ, അച്ഛ ഞാൻ ഇന്ന് എവിടെ കിടക്കും, നീ തറയെ കെട്ടേടാ മോനേന്ന് പറഞ്ഞ അച്ഛനാ. ഇത്ര നാറിയോ? അത് ശരി. പിന്നെ കേക്കട്ടെ ജോത്സ്യരെ. പിന്നെ മുട്ടപ്പപ്സ്, ഒരു തൊപ്പിക്കാരൻ, കാക്കടി സൂര്യ. കാർത്തി സൂര്യയാണോ പറയുന്നത്? അതെ. മുമ്പ് എന്നോട് വന്നിട്ട് പറയുക, എവിടെയെങ്കിലും എനിക്കൊന്ന് നിന്നാ മതി. ഇപ്പൊ പറയുക ഇരിക്കണോന്ന്. കബഡി എടുത്തോ? ഇല്ല, ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയെ കാണാൻ. ഞാനെടുക്കുക. അതെ. പിന്നെ ആരൊക്കെ? പിന്നെ മഞ്ജു പിള്ള. ഞാൻ പറഞ്ഞതാ കന്നുകാലി യോഗം. അതെങ്ങനെ ജോത്സ്യർക്ക് മനസ്സിലായി? കണ്ടാലറിയില്ലേ? അത് നേരാ. ഞാൻ രമേശിനോടും പറഞ്ഞിട്ടുണ്ട്. രമേശിന് ഈ പക്ഷി സ്നേഹമാ. താത്തയോ? അല്ലല്ല, തത്ത, പഞ്ചവർണ്ണ തത്ത. പിന്നെ ധർമ്മജന് ഈ ജലജീവികളോടാണ് ഇഷ്ടം. ബിപിന് പൂക്കളോടാ, പുഷ്പങ്ങളോടാ. ജോത്സ്യർക്ക് ഇവരെയൊക്കെ എത്ര നാളുകൊണ്ട് പരിചയം? ഒരുപാട് കാലമായിട്ട് പരിചയം. എനിക്കത്ര വിശ്വാസം പോരാ. താങ്കളുടെ പേര് രാമേശ്വരം തന്നെയല്ലേ? അതെ, എന്റെ ഒരേ ഒരു പേരാ. അപ്പോ ഹിന്ദിക്കാരൻ കലുബയെ അറിയാമോ? അറിയാലോ. ഇവിടെ താമസിക്കുന്ന. എനിക്ക് നേരിട്ട് പരിചയമില്ല, എന്റെ സുഹൃത്തു വഴി അറിയാം. നേരിൽ കാണാനും പരിചയപ്പെടാനുമാ വന്നത്. നിക്കാലോ എനിക്ക് കുറച്ച് ഹിന്ദി വാക്കുകൾ പറഞ്ഞു തരും, ഞാൻ മലയാളവും പറഞ്ഞു കൊടുക്കും. എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അതെയോ? പക്ഷെ കണ്ട ഹിന്ദി അറിയാമെന്ന് പറയില്ല. അതിന് ഞാൻ ഹിന്ദി ഒന്നും പറഞ്ഞില്ലല്ലോ. അതും ശരിയാ. ഏതായാലും നികാലുവിനെ പരിചയമില്ലെന്നല്ലേ പറഞ്ഞത്? ഞാനും കണ്ടിട്ട് കുറച്ച് നാളായി. ഒന്ന് തിരക്കിയിട്ട് വരാം. ശരി. ഹലോ സ്വപ്ന. ഇറങ്ങടി സാർ. ഞാൻ ഇതേ അയാളോട്ട് സംസാരിക്കായിരുന്നു. അയാൾ ഇപ്പോ ബിൽഡിങ്ങിനകത്ത് കയറി പോയതേ ഉള്ളൂ. എന്റെ കൂടെ ഉണ്ട്. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അയാളെ പോകാൻ അനുവദിക്കരുത്. ഇല്ല. ശരി സാർ. നിക്കാലോ അവിടെ ഇല്ല. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അങ്ങ് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. അവിടെയും തന്നെ ആയിരുന്നോ? ശങ്കരൻ, സ്വപ്ന,
ഇറങ്ങാടി സാർ പറഞ്ഞത് ശരി തന്നെ. രാമേശ്വർ ശങ്കരനായ നിങ്ങൾ എന്നാടോ ജ്യോത്സ്യനായത്? ഒരു ജ്യോതിഷാലയം. എന്ത് പുണ്ണാക്കാ നിങ്ങൾക്ക് അറിയുന്നത്? പുണ്ണാക്ക് അത് മഞ്ജുപിള്ളയ്ക്ക് അറിയാം. ഓ, ചക്കയ്ക്ക് ചുക്ക്. ചുക്കിനും കൊള്ളാത്തവൻ ചക്കിക്ക് നായര്. മിണ്ടരുത്. കാക്കൂത്തോ തീന്ന ദേ മാക്കാനിസ പാമാസവിപു പാപ്പ മാതി സോനി. സ്വപ്നു പെണങ്ങല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ചിരിക്ക് സ്വപ്നു, ചിരിക്ക്. ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി. നമുക്ക് ബമ്പർ ചിരി കാണാൻ പോയാലോ? ഏറ്റില്ല. ആ, എനിക്കും പറയാനുണ്ട്. ആ ഉണ്ട്, നിങ്ങളുടെ തള്ളു. പറയുന്നതൊന്ന് കേൾക്കു സ്വപ്ന. കേട്ട് പണ്ട് തള്ളിയതാ. നിനക്കെല്ലാം തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം. കുനിഞ്ഞിരുന്നങ്ങ് പിടിച്ചോ. നോക്കണുണ്ടില്ലേ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. ഇറങ്ങടി സാറ് എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇറങ്ങി ഓടിയ സാറെങ്ങനെ തീരുമാനിക്കും? അയ്യോ ഇറങ്ങോടി, ഇവിടുത്തെ പുതിയ പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറോ? ആ, നിങ്ങള് എന്നെ കരുവാക്കി മാർവാടികളെന്ന് ലക്ഷങ്ങൾ തട്ടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നില്ലേ? അതിന്റെ എല്ലാ തെളിവുകളും ഇറങ്ങാടി പോലീസ് ഓഫീസറിന് ലഭിച്ചിട്ടുണ്ട്. ഇറങ്ങാടി പോലീസ് ഓഫീസറാണ് എന്നെയും നിക്കാലോ ഭയ്യേയും ഇങ്ങോട്ട് അയച്ചത്. കൃഷ്ണ, ശങ്കരാ, സ്വപ്നു എന്നെ രക്ഷിക്കണം. വാല് മുറിഞ്ഞ പട്ടിയാ നിങ്ങളിപ്പോ. ഈ കണ്ടതൊന്നും കളിയല്ല മന്നവാ, ചൊക്കന്റെ മൂലത്തിൽ വാലുണ്ട് നിർണയം. നീ എന്നെ രക്ഷിക്കും. ശിക്ഷിക്കും. കാരണം ഞാൻ നിരപരാധിയാ. പഴത്തൊലി എറിഞ്ഞ ആളുകളെ വീഴ്ത്തുന്നവൻ. ഞാൻ പറയണത് ഒന്ന് കേൾക്കൂ സ്വപ്ന. എനിക്കൊന്നും കേൾക്കണ്ട. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ. ഓർത്തോ, പാപി ചെല്ലുന്നിടം പാതാളം. എന്നെ ചവിട്ടി താഴ്ത്തല്ലേ സ്വപ്ന. അതിന് ഞാൻ വാമനനല്ലല്ലോ ശങ്കരാ. ഒരു വഴിയുണ്ട്. എന്ത്? കുറുക്കു വഴിയോ? പെട്ടു ആണ്ടവാ. ചെല്ല് ചെല്ല്, ജയില് ജയില് ജയില്. അമ്പടും പോച്ച്. അമ്മേ, നമ്പർ 1 ഉല്ലുക്കപ്പെട്ട. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും പുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിന്നു പകലു തേടുമ്പം കുലുമാൽ.